സമയം വൈകിയതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വിജ്ഞാനത്തിന്റെ വിളക്കുമായി വന്ന എം.ആർ. തമ്പാന്റെ പുസ്തകം ഇപ്പോൾ ഓടിച്ചു വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആധികാരികമായി ആ പുസ്തകത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഇവിടെ പലരും പറഞ്ഞതുപോലെ എനിക്കും ശ്രീ എം.ആർ. തമ്പാനുമായി ഒരു ചിരകാല ബന്ധമുണ്ട്. അത് 1969 മുതലാണ്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ KSUവിന്റെ കൊല്ലം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രീ ടി.സി. ചാക്കോ M.M. ഇതിനോടൊപ്പം പോകുമ്പോൾ ആ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീ എം.ആർ. തമ്പാനാണ്. അന്ന് AK ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റുമാണ്. അന്നത്തെ സംഘാടകന്മാരിൽ രണ്ടുപേർ മാത്രമേ ഇപ്പോൾ എന്റെ കണ്ണുമ്പിലിരിക്കുന്ന ശ്രീ ഷാനവാസ് ഖാനും കോട്ടയം സ്വദേശിയും അന്നുണ്ട്. അവരന്ന് ഒരാളന്ന് താലൂക്ക് പ്രസിഡന്റാണെന്ന് തോന്നുന്നു, ഒരാളന്ന് ജില്ലാ സെക്രട്ടറി. ബാക്കി കൊട്ടറ ഗോപാലകൃഷ്ണൻ, ടിറ്റാർ രാജൻ, KN രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ P. അസീസ് തുടങ്ങിയവരെല്ലാം മരിച്ചു. PF അന്നും കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ എനിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഇടവക്കയിലെ ഒത്തിരിയുണ്ട്. ഇടനാലും വൈസ് പ്രസിഡന്റായിരുന്നു. ജയപ്രകാശ് പണി പേര് ധാരാളമുണ്ട്. അപ്പൊ അത്രയും ആളുകൾ ഇന്ന് ആളുകളെ ഓർമ്മിക്കാൻ കാരണം അവരുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട അഭിമാന ഭാജനമായിരുന്നു ചിത്രമാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, വർഷമല്ല 69-70 ആയപ്പോൾ ശ്രീ ഹസൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ, അന്ന് M.M.ന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അന്ന് ഇന്നും ഞാൻ തന്നെയാണ്. അന്ന് കൂടുതൽ സുഹൃത്ത് കൊടുത്തു. കാരണം എപ്പോഴും ഞാൻ ആൾക്കാർ KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ തന്നെയാണ് നോക്കിയ അദ്ദേഹത്തിന്റെ സഹായം. ഞങ്ങളുടെ ആസ്ഥാനം സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ വരുമ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന നടത്ത നമ്മുടെ EMD നാട്ടു പോകുന്ന വഴിയാണ്. ഞാൻ മിക്കവാറും തമ്പാലെ കാണാൻ വേണ്ടി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നടന്നേ ചെയ്യും. അപ്പൊ എനിക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം എനിക്ക് ഓരോ പുസ്തകങ്ങൾ ഇന്ത്യൻ കൃഷ്ണകാരനെ പരിചയപ്പെടുത്തി അദ്ദേഹം തരുന്ന പുസ്തകം വാങ്ങിച്ചുകൊണ്ടാണ് ഇത് വീട്ടിൽ പോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നേരെ സ്റ്റുഡൻസ് സെന്ററിൽ തമ്പാന്റെ പാലയത്തിലാണെങ്കിൽ എന്റെ തൊട്ട് ജൂനിയറായി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഇന്നത്തെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പാലയത്തിൽ. ഹസൻ ഞങ്ങളുടെ നേതാവാണ്. തമ്പാനോടെയുണ്ട്. അപ്പൊ മിക്കവാറും ഞങ്ങൾ സന്ധിക്കുന്ന ആളുകൾ തന്നെ. ഇവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തുടരുന്നെങ്കിൽ ഞാൻ ഇടക്കാലത്ത് വിട്ടുപോയെങ്കിൽ ഞങ്ങളുടെ സൗഹൃദത്തിൽ യാതൊരു കുഴപ്പമുണ്ടായില്ല. അതിന് സാക്ഷി DGP ആയിരുന്ന സോമരാജൻ. കാരണം ഞാൻ പലപ്പോഴും രാവിലെ നടക്കാൻ പോകുമ്പോൾ ഇവരെ വിളിച്ച് സോമരാജനും തമ്പാനും അസറുമെല്ലാം അവിടെ നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ അവിടെ നടക്കുമ്പോൾ എല്ലാ സ്വഭാവവും രാവിലെകളിൽ എല്ലാ ദിവസവും രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ബന്ധം എങ്ങനെ ശിഥിലമാകാൻ തുടങ്ങിയിരുന്നു. പക്ഷെ എനിക്ക് വ്യക്തിപരമായ ഒത്തിരി കടപ്പാടുള്ള ഒരാളാണ് ഈ തമ്പാൻ. അത് കാരണം 74 ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കും. ഹസൻ KSU വിട്ട സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് പത്രത്തിനായ അന്നതാണ് രാഷ്ട്രപതി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 100ാമത് പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് സെന്റ് ജോർജിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ തമ്പാൻ സ്റ്റുഡൻസിൽ പറഞ്ഞു ND കൃഷ്ണവാരെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ND കൃഷ്ണവാരെ കാണാൻ പോയി. ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഞാനാണ്. രാഷ്ട്രപതിയാണ് പുസ്തകം നൽകുന്നത്. അധ്യക്ഷൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മുഖ്യപ്രഭാഷണം ഏറ്റുവാങ്ങുന്നത് ND കൃഷ്ണൻ. 5 പേരെ സ്റ്റേജിലുള്ളൂ. അടുത്ത ദിവസം എല്ലാ പത്രങ്ങളിലും ഞാൻ ഏറ്റുവാങ്ങുന്ന പടമാണ് മനോരമ, മാതൃഭൂമി, കേരളം എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജിലുള്ള വാർത്തയായിട്ട് 100ാമത് പുസ്തകം. അപ്പൊ 100ാമത് പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റുവാങ്ങാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന ആളാണ് തമ്പാൻ. അന്നൊരു വലിയ കാര്യമാണ്. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് തിരിച്ചെന്ന കോയലി കുറുസാറും ഒക്കെ വന്നിട്ട് അത് വലിയൊരു അംഗീകാരം. കാരണം എന്താ, യൂണിവേഴ്സിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന ആൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 100ാമത് പുസ്തകം ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ അംഗീകാരമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് പറയാൻ തുടങ്ങിയ ധാരാളം പ്രചോദനം നൽകിയ ഒരാളും അല്ലെങ്കിൽ ധാരാളം നല്ല ഓർമ്മകൾ തമ്പാനെ കുറിച്ച് എനിക്കുണ്ട്. ഇവിടെ തമ്പാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓണക്കുസാറിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനെ പോകുന്നില്ല. പക്ഷെ ആർശങ്കർ എന്റെ അയൽവാസികൾ. കാരണം ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് AK ആന്റണി നായരൻ ഉമ്മൻചാണ്ടി വരുന്ന തൊട്ടുമുമ്പാണ് ഞാൻ ആർശങ്കറിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ആർശങ്കറുടെ ഒരു ആരാധകനാണ് അന്ന് തമ്പാൻ. 69 മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അറിയാം. അദ്ദേഹം സ്ഥിരമായിട്ട് ആർശങ്കറുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. എന്റെ കുട്ടിക്കാലത്താണ് ആർശങ്കറാണ് വക്കമുഷോത്തിൽ RSP കോൺഗ്രസിലേക്ക് കൊണ്ടുപോയത്. ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളാണ്. അത് കഴിഞ്ഞ്
ഇദ്ദേഹം MCOM പാസ്സായ ശേഷം SM കോളേജിൽ ഒരു ജോലി തരാൻ വേണ്ടി ആർസംഘർ തയ്യാറായി. സത്യം പറഞ്ഞാൽ MR തമ്പാൻ അവിടെ പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം എന്നെ കൃഷ്ണമാരോടൊപ്പം കൊണ്ട് തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് നമ്മുടെ എല്ലാ സൗഹൃദം വന്നു വിജ്ഞാന വിളക്കുപരമായിട്ട് ശരിയാണ്. പക്ഷേ അദ്ദേഹം